തണുപ്പില്ലേടാ? എവിടെ നിന്ന് ഭയങ്കര ചൂട്. ഞാൻ കുറച്ച് ഐസോട്ട് വാരിട്ടാണ് കുടിച്ച. ഇവ അന്റാർട്ടിക്കന്നോ മറ്റോ ചാടി വന്ന പെങ്കിനാണെന്ന് തോന്നച്ചാ. കുളിച്ചപ്പോ 10 മണിയായി. നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് കുളിച്ചു നോക്കാം. കുറച്ച് തണുപ്പ് കിട്ടുമെന്ന് തോന്നണം. അത് പറഞ്ഞപ്പോ തന്നെ അടിവയർക്ക് തണുത്ത് വിറച്ച് മരവിച്ച്. അപ്പൊ ആറാ നിങ്ങളെ മോഹൻ? ഇപ്പൊ നീ ടിവിയിലെ ഹോട്ട് ന്യൂസ് കണ്ടപ്പോ കുറച്ച് ചൂട് കായ. ഓ, TV ഓണായില്ലേ? ഇത് ടിവിയുടെ റിമോട്ട് അല്ലേ? അല്ല, ഫാനിന്റെ റിമോട്ടാണത്. ഫാൻ ഓഫ് ആക്കടാ പട്ടി. ബൂസ്റ്റർ മോഡ് ഓൺ ആക്കി. നല്ല മക്കൾ. ഒരു കാര്യം, ഞാൻ ഒരു ട്രാൻസ്പോർട്ട് ഇങ്ങോട്ട് വരാം. അച്ഛൻ എന്റെ അത് കയറിയിരിക്കും. തൂക്കം നോക്കിട്ട് മാങ്ങിയായിട്ടുള്ള വില ഞാൻ തരാം. എനിക്ക് കാത്തിരിക്കാൻ സമയമൊന്നുമില്ല. എന്തൊക്കെ സാധനം വേണമെന്ന് പെട്ടെന്ന് എഴുതിക്കാണ്. അമ്മേ നാരായണ ദേവി നാരായണ. അമ്മ സാധനങ്ങളെ പേരെങ്കിലും അങ്ങോട്ട്. ഇനി നമുക്ക് 2 പോത്തുകൾ വാങ്ങിച്ചാലാ? അതേത് പോത്തുകൾ? നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് വരാൻ പോകുന്ന നോമ്പിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. ചർച്ചകളിൽ നമ്മൾ ചായയും കടി പ്രതീക്ഷിക്കും. ജംഷദേ, അപ്പൊ 30 ദിവസം നോമ്പ് കഞ്ഞി വെക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നമ്മൾ റെഡിയാണ്. കഞ്ഞി വെക്കാനാണ് മാമ, കുടിച്ചു തീർക്കാനല്ല. ഒരാളെ നോക്കി. കഴിഞ്ഞ തവണ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ വെച്ചിരുന്ന ഈത്തപ്പഴം ആരോ കവറി കെട്ടി വീട്ടിൽ കൊണ്ടുപോകുന്നതായി. ഏത് ഹിമാറിന്റെ പള്ളിക്കറിയാ ബലത്തരം കാണിച്ചത്? ഹിമാറിന്റെ CCTV കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് മാമ. ജംഷിദേ മോനെ, ഇപ്രാവശ്യത്തെ നോമ്പിന്റെ ഈത്തപ്പഴം എന്റെ മക. തറാവിക്ക് ശേഷം ഒരു പൊതിച്ചോറ് വീതമേ ഒരാൾക്കുള്ളൂ. അല്ല, ഇനിയിപ്പോ വീട്ടിൽ വയ്യാതെ കിടക്കുന്ന കോയക്കാനോട് വിളിച്ചോണ്ട് വരണ പള്ളിയിലോട്ട്. ഇതൊക്കെ ഒരു കഷ്ടം തന്നെയല്ലേ സുലൈമാനെ? നമ്മക്കറിഞ്ഞോട്ട്. നിന്റെ തന്ത കുട്ടൂസൻ രഘു തന്തയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ വട്ടപ്പേര് നാട്ടുകാരിടുന്നുണ്ട്. ഇനി നീയും കൂടെ എണ്ണ. കരാളിന് പറയുന്ന ചിരിക്കണ. ചവിട്ടി കിട്ടി അവിടെയൊക്കെ തഴമ്പിച്ച് ഇപ്പൊ ഇടിക്കുമ്പോഴേ ബിസിയാണ് അവൻ. തന്തയ്ക്ക് എന്തിനാന്തോ ഭൂമിയിലോട്ട് പൊട്ടി വീണത്? അതൊക്കെ അന്നേ ആലോചിക്കണമായിരുന്നു. ഈ പറയണ അച്ഛൻ എന്തിനാണ് ഇങ്ങോട്ട് വന്ന? കർമ്മനിഷ്ഠമായ പല രീതിയിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അച്ഛനെന്തൊന്നും കഴിക്കില്ല പ്രവാസ. ഇവിടെ കിടന്നാലേ എനിക്ക് സ്വൈര്യം കിട്ടൂല. ഇന്നേക്കാളെ നിന്റെ തള്ള തന്നെ ഭേദം. അതെന്ത്? അതാവുമ്പോ 1-2 പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവള് അമ്മിക്കലിട്ട് എന്നെ തലകറങ്ങി വീഴ്ത്തോല്ല. ബോധം വേണ്ടേ പിന്നെ അടികൂടാൻ? ഞാനും ചെയ്യാം. ചടയാടി. ഒരു പാമ്പ്. അത് കോവാല അടിച്ചു കിട്ടിയായി ചുണ്ടു കിടക്കണത്. കുറച്ച് കഴിയുമ്പോൾ ഏറ്റു പൊയ്ക്കോളും. നീ പേടിക്കണ്ട, കൊത്തൂല അത്. അയ്യോ, ആ പാമ്പല്ല, ഇത് ഒറിജിനൽ പാമ്പ്, ഉഗ്രമൂർത്തി. പോയി നോക്കിയാണ്ടാ. ഓ, അച്ഛൻ പോയി നോക്ക്. എടി ചലച്ചേ, ഈ പാമ്പിന്റെ നീളം വലിപ്പം എത്ര കാണും? പാമ്പിനെ കണ്ട സമയത്ത് നിന്റെ കയ്യിൽ ടാപ്പ് ഇല്ലാതായി പോയി, അല്ലെങ്കിൽ അളന്ന് വെക്കായിരുന്നു. അമ്മ കാണാൻ പാമ്പ് എങ്ങനെ ഉണ്ട്? രാവിലെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിച്ച് തലയിൽ രാസ്നാദി പൊടിയൊക്കെ തൊട്ട് മുഖത്ത് നല്ല പൗഡർ ഒക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല സുന്ദരമായ പാമ്പ്. അയ്യേ, ഇത് ആണല്ലേ? പോച്ചാ, ഇത് ഇരുതലമൂരി. പോടാ, ഇത് ചേനത്തണ്ടൻ. പാമ്പിന്റെ പേരിൽ ചടങ്ങ് കഴിഞ്ഞെങ്കിലേ അതിനൊന്ന് അടിച്ചു കൊല്ലായിരുന്നു. ജലജെ, ഇവരും ഭൂമികളുടെ അവകാശികളാണ്. അതിനെ കൊല്ലണോ? എങ്കിൽ വിറക് വരെ പാമ്പിന്റെ പേരിൽ എഴുതി കൊടുക്കാം. ആരെങ്കിലും എന്റെ കളിപ്പാട്ടം കണ്ടായിരുന്നാ? ഇവിടെ ഉഗ്രവശമുള്ള പാമ്പിനെ അടിച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്റെ കളിപ്പാട്ടം. പാമ്പാ? ഇതെന്നെ കളിപ്പാട്ടം എന്താ? പ്ലാസ്റ്റിക് പാമ്പ്. അയ്യേ, കളിപ്പാട്ടം ആയിരുന്ന? അനാക്കോണ്ട തന്നെയല്ലേ? അല്ലടാ, സൈസിനൊരു ചേനത്തണ്ടൻ.